സുൽത്താൻ ബാദുഷാ. ഖത്തറിലെ പ്രോഗ്രാമൊക്കെ അടിച്ചു പൊളിച്ചു വന്ന് നിൽക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഖത്തറിലെ പ്രോഗ്രാമൊക്കെ? കുഴപ്പമില്ല, ഉഷാറായിരുന്നു അല്ലേ? ഏതാ നമ്മുടെ 14-ാം രാവിലെ പാടിയ പാട്ടിന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നോ? അതൊക്കെയാണോ പാടിയത്? അതന്നെ പാടി. ആഹോ, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ? ആവശ്യപ്പെട്ടതാണ്. എന്ത് പറയണം നമ്മുടെ 14-ാം രാവിന്റെ ഖത്തർ നിവാസികളുടെ ഒരു ഫീഡ്ബാക്ക്? നമ്മുടെ 14-ാം രാവിന് അവിടെ വളരെ ആരാധകരുണ്ട്. പിന്നെ ഓർക്കസ്ട്ര, ജഡ്ജസ്, വൈജി ചേച്ചി, എല്ലാവർക്കും നല്ല ആരാധകരുണ്ട്. കാതോർത്തിരിക്കുന്നു. ഇല്ലേ. ഓക്കെ, എന്തായാലും ഖത്തർ നിവാസികൾക്ക് നമ്മുടെ ഒരു ഹായ് കൊടുക്കാം അല്ലേ? ഓക്കെ. കുപ്പായം ഖത്തറിന് നിന്റെ സംഘാടകരുടെ സ്പെഷ്യൽ റിക്വസ്റ്റും കൂടിയാണ് അല്ലേ? നമ്മുടെ 14-ാം രാവിലെ അത് ഇട്ടിട്ടൊരു പാട്ട് പാടണമെന്ന്. ഫസ്റ്റ് പ്രോഗ്രാം തന്നെ കലക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി പാട്ടിലേക്ക് വരാം. നന്നായിട്ട് പാടി, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഈ ഒരു യുദ്ധത്തിന്റെ ഇതാണ് അല്ലേ, കഥയാണ് പറയണത്. ഇഷൽ കഹാനി റൗണ്ടിലെ ഫസ്റ്റ് സോങ് ആണ് നമ്മുടെ. അടിപൊളിയായിരുന്നു. ഇനി ആരത് സെലക്ട് ചെയ്തത്? ഇത് ഷെരീഫ് സാറാണ് സെലക്ട് ചെയ്തത്. പ്രാക്ടീസ് ചെയ്യാൻ സമയമൊക്കെ കിട്ടിയായിരുന്നു? ഖത്തറിൽ പോയിട്ട് വേഗം തിരിച്ചു വന്നോ? ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു? ഇല്ല, ഒറ്റ പ്രോഗ്രാമുള്ളായിരുന്നു. അപ്പോൾ നമുക്കിനി ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം പാട്ടിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. ഓക്കെ ഫൈസൽ സാർ. ബാദുഷയ്ക്ക് ഈ പാട്ട് സെലക്ട് ചെയ്യുന്നത് ഷെരീഫ് സാർ. അതാണ്, ഒരുപാട് ഷെരീഫ് ഉണ്ടല്ലോ. ഇത് ഏത് ഷെരീഫ് സാറാ? നമ്മുടെ വിശാഖിന്റെ സാറാണ്. വിശാഖിന്റെ സാർ. നമ്മുടെ കടന്നമണ്ണ ഷെരീഫ് മാഷ്. ഇത് ചരിത്രത്തിലെ ഒരു ദുരന്ത കഥയാണ്. ശോക സാന്ദ്രമായ ഒരു സംഭവമാണ് ഈ കർബല എന്ന് പറയുന്നത്. ആ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഷെയ്ഖ് യസീദിന്റെ ഭരണകാലത്ത് കൂഫയിലെ ഭരണാധികാരിയായിരുന്ന ഇബ്നു സിയാദിന്റെ കൂഫയിലെ ഗവർണറാണ് ഇബ്നു സിയാദ്. ഈ ഭരണത്തിനെതിരെ നബി തിരുമേനിയുടെ പേരമകൻ ഫാത്തിമ ബീവിയുടെ മകൻ ഹുസൈനാർ തങ്ങൾ, ഹസൻ ഹുസൈൻ എന്ന് കേട്ടില്ലേ, അതിൽ ഹുസൈൻ തങ്ങൾ നടത്തുന്ന ഒരു സമരമാണ്. ഈ ഒരു ചരിത്രത്തിൽ, ഈ ഒരു സംഭവത്തിൽ ഈ ഹുസൈൻ തങ്ങൾ മരിക്കുകയാണ്, കുടുംബവും അനാഥമാവുകയാണ്, അല്ലെങ്കിൽ അവർ നശിക്കപ്പെടുകയാണെന്നുള്ളതാണ്. അവർ എന്താ പറയുക, ചരിത്രത്തിലേത് ഒരുപാട് നിണമണിഞ്ഞ കർബല, കണ്ണീരണിഞ്ഞ കർബല എന്നൊക്കെ കഥാപ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്. ഇത് ചരിത്രത്തിലൊരു എന്താ പറയുക, നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ശരിക്കും ഒരു എന്താ പറയുക, സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇതിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാട്ട് പാടിയിട്ടുണ്ട്. KG സത്താർക്കയൊക്കെ ഈ പാട്ടിൻ്റെ ഒരുപാട് സംഭവങ്ങൾ. മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് കർബല കിസ്സപ്പാട്ട് എന്ന് പറയുന്ന ഒരു കിസ്സപ്പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചരിത്രത്തിലെ ഒരു സംഭവമാണ് മോനിവിടെ പാടിയത്. ഇത് എഴുതിയത് OM കരുവാരക്കൊണ്ടാണ്. ഇത് പാടിയതും സംഗീതം ചെയ്തതും നമ്മുടെ മുംബൈയുടെ ഗസ്റ്റായിട്ട് വന്ന പുല്ലാങ്കോട് ഹംസ ഖാൻ.